സിനിമയുടെ തുടക്കത്തിൽ ഹീറോയിനെയും പിന്നെ അവളുടെ കൂട്ടുകാരെയുമാണ് കാണുന്നത്. ഹീറോയുടെ പേരാണ് കാദിയ. അവളുടെ കൂടെ അവളുടെ ബോയ് ഫ്രണ്ട് കരണും ഉണ്ട്. കാദിയയും അവളുടെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ ഒരു വലിയ ഹിൽ സ്റ്റേഷന് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നത് കാദിയയും പിന്നെ അവളുടെ ബോയ് ഫ്രണ്ടുമാണ്. എന്നാൽ കാദിയക്കും കരണിനും ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം അവർ ഹിൽ സ്റ്റേഷൻ അടുത്ത് എത്തുകയാണ്. അങ്ങനെ ഹിൽ സ്റ്റേഷൻ്റെ അടുത്തെത്തി ഇപ്പോൾ അവർക്ക് ലിഫ്റ്റിൽ പോകണം. അതായത് മലയുടെ മുകളിൽ ലിഫ്റ്റിൽ വേണം പോകാൻ. എന്നാൽ സമയം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ലിഫ്റ്റ് പ്രവർത്തിക്കില്ല. കാരണം ലിഫ്റ്റിനൊരു സമയപരിധിയുണ്ട്, അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാദിയയുടെ കൂടെ വന്ന ഒരു ഫ്രണ്ട് പണം കൊടുത്തിട്ട് ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് പണമൊക്കെ കൊടുത്ത് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ലിഫ്റ്റിൽ കയറുന്നു. എന്നാൽ കരൺ കാദിയയോട് പറയുന്നു, ഇതൊക്കെ അപകടമാണ്, നമുക്ക് തിരിച്ചു പോകാമെന്ന് കാദിയയോട് പറയുന്നുണ്ട്. അപ്പോൾ കാദിയ അവനോട് ദേഷ്യപ്പെടുന്നു. നീ വേണേ പോയിക്കോ എന്ന് പറയുന്നു. എന്നാൽ കരണ് അവിടെ നിന്നും പോവുകയാണ്. അവരോടൊപ്പം ആ ന്യൂ ഇയർ പാർട്ടി വേണ്ടെന്ന് വെച്ച് അവൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കരണ് പോയതിന് ശേഷം അവർ മലയുടെ മുകളിലേക്ക് പോകുന്നു. അതായത് ലിഫ്റ്റൊക്കെ ഓണാക്കി ഇപ്പോൾ അവർ പോവുകയാണ് ആ ലിഫ്റ്റിലൂടെ ന്യൂ ഇയർ പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെ ഇപ്പോൾ കരണില്ല. എന്നാൽ അവർ ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്നത് സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ലിഫ്റ്റിൽ അവർ എൻജോയ് ചെയ്ത് പോകുന്നതിനിടയിൽ പെട്ടെന്ന് ലിഫ്റ്റ് സ്റ്റോപ്പാകുന്നു. ലിഫ്റ്റ് സ്റ്റോപ്പായതുകൊണ്ട് തന്നെ അവർ പേടിക്കുകയാണ്. കാരണം ഇപ്പോൾ അവർ നടുഭാഗത്താണുള്ളത്. അങ്ങനെ ഇപ്പോൾ കാണുന്നത് ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരെയാണ്. അവർ എന്താണ് സ്റ്റോപ്പായതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് അതായത് കറണ്ട് പോയതാണ്. അങ്ങനെ അത് ഓണാക്കിയതും വീണ്ടും ലിഫ്റ്റ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും അവർ ലിഫ്റ്റ് പോവുകയാണ് അവരുടെ ന്യൂ ഇയർ പാർട്ടി എൻജോയ് ചെയ്യാൻ. അങ്ങനെ ഇപ്പോൾ അവിടെ വെച്ചിട്ട് കരണിൻ്റെ ബാഗ് അവരുടെ കൂടെ വന്നൊരു തടിച്ച പയ്യന് കിട്ടുകയാണ്. അവനത് തുറന്നു നോക്കുമ്പോൾ അതിൽ പേരച്ചുടും പിന്നെ പാർട്ടി എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ ആ തടിച്ച പയ്യൻ ആ ബാഗ് തുറന്നത് കൊണ്ട് തന്നെ കാദ്യക്ക് ദേഷ്യപ്പെടുകയാണ്. അതായത് കാദ്യ ദേഷ്യപ്പെടുന്നു അവനോട്. എന്നിട്ട് അവനോട് പറയുന്നു, നീ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ബാഗൊക്കെ തുറക്കുന്നതെന്ന്. കാദ്യയും കരണും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ കാദ്യ ആ ബാഗ് പിടിച്ച് വാങ്ങുകയാണ്. അപ്പോഴാണ് അതിൽ നിന്നും ഒരു ചെറിയ ബോക്സ് നിലത്തേക്ക് വീഴുന്നത് കാദ്യ കണ്ടത്. അങ്ങനെ കാദ്യ ആ ബോക്സ് തുറന്ന് നോക്കുന്നു. ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു റിങ്ങാണുള്ളത്. അങ്ങനെ ആ റിങ് കണ്ടതും അവൾക്ക് കുറേ വിഷമമാകുന്നു. കാരണം അവൾക്ക് ന്യൂ ഇയറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ച റിങ്ങാണത്. അപ്പോൾ അവനോട് ദേഷ്യപ്പെട്ടതൊക്കെ അവൾ ഓർക്കുന്നു. അങ്ങനെ അവനോട് സോറി പറയാണ്ടിട്ട് അവൾ അവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ വലിയ സിഗ്നലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നും കേൾക്കുന്നൊന്നുമില്ല. ഇതേ സമയം ഇപ്പോൾ കാണുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരെയാണ്. അവരിപ്പോഴും ആ ബേസിനകത്താണുള്ളത്. അങ്ങനെ ആ ബേസിനകത്തുള്ള ഒരു യന്ത്രത്തിൽ കുടുങ്ങിയിട്ട് അവർ അവിടെ മരിക്കുന്നു. അങ്ങനെ അവർ മരിച്ചതും ആ യന്ത്രം സ്റ്റോപ്പാവുകയാണ്. അതായത് ആ യന്ത്രത്തിൽ കുടുങ്ങിയത് കൊണ്ട് ആ യന്ത്രം സ്റ്റോപ്പാകുന്നു. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് അവിടെ വെച്ച് നിന്ന് പോകുന്നു. ഇപ്പോൾ അവർ ശരിക്കും പെട്ടിരിക്കുകയാണ്. അവർക്ക് എന്താണെന്നൊന്നും അറിയില്ല, ഇവർ മരിച്ച കാര്യമൊന്നും അറിയില്ല. എന്നാൽ ഇവർക്ക് മാത്രമേ അവരാ ലിഫ്റ്റിലുള്ള കാര്യം അറിയുള്ളൂ. വേറെ ജോലിക്കാരൊന്നുമില്ലല്ലോ, ഇവർക്ക് പണം കൊടുത്തല്ലേ അവർ ആ ലിഫ്റ്റിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് അറിയുള്ളൂ. ഇപ്പോൾ അവർ ശരിക്കും പെട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ന്യൂ ഇയർ ആവുകയാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരും ആ ലിഫ്റ്റിൻ്റെ അകത്തിരുന്ന് തന്നെ എൻജോയ് ചെയ്യുകയാണ് ആ ന്യൂ ഇയർ. അങ്ങനെ ആ ദിവസം കടന്നു പോകുന്നു. അപ്പോൾ അടുത്ത ദിവസമാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ ലിഫ്റ്റിൽ കുടുങ്ങിയ കാര്യം. അങ്ങനെ ബാക്കിയുള്ള ഓഫീസേഴ്സൊക്കെ ഇതറിയുകയാണ്. അതായത് ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ ഈ ലിഫ്റ്റ് കുടുങ്ങിയ കാര്യം അറിയുകയാണ്. എന്നാൽ ലിഫ്റ്റിൽ ആളുണ്ട് എന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അവർ ബേസിനടുത്ത് പോയി നോക്കുമ്പോൾ ആ ഓപ്പറേറ്റർ മരിച്ച നിലയിൽ കാണുകയാണ്. അവർ മരിച്ചതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആർക്കും അറിയില്ല അവർ 4 പേരും ആ ലിഫ്റ്റിലാണ് ഉള്ളതെന്ന്. സാധാരണ ലിഫ്റ്റിൽ കയറുന്നവരുടെ പേരൊക്കെ എഴുതി വെക്കുമായിരുന്നു. എന്നാൽ ഇവർ പണം കൊടുത്ത് കയറിയത് കൊണ്ട് തന്നെ അവരുടെ പേരൊന്നും എഴുതി വെച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു വിവരവുമില്ല ഇവർ 4 പേരും ആ ലിഫ്റ്റിലുണ്ടെന്ന്. ഇപ്പോൾ ലിഫ്റ്റിലുള്ളവരെയാണ് കാണുന്നത്.
അതിൽ കാദ്യയുടെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്നും എത്ര അടിയുണ്ടെന്ന് നോക്കാൻ റോപ്പ് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങിയതും അവന് മനസ്സിലാവുകയാണ് ഈ ലിഫ്റ്റിൽ നിന്നും ചാടിയാൽ മരണം ഉറപ്പാണെന്ന്. അതായത് നല്ല ദൂരമുണ്ട്, ലിഫ്റ്റ് നല്ല ഉയരത്തിലാണുള്ളത്. അങ്ങനെ ഇപ്പോൾ കാദ്യയുടെ ഫ്രണ്ട് മുകളിലോട്ടേക്ക് വരാൻ പോവുകയാണ്. എന്നാൽ അതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതായത് അവരുടെ കൂട്ടത്തിൽ ആ തടിച്ച പയ്യനില്ലേ, അവനും ആ റോപ്പിൻ്റെ മുകളിലായി പോകുന്നു. അതായത് റോപ്പ് പിടിക്കുകയാണ് അവനും. അവൻ്റെ വെയിറ്റ് താങ്ങാനാവുന്നില്ല, കാദ്യക്കും പിന്നെ അവളുടെ ഫ്രണ്ടിനും. അപ്പോൾ അവളുടെ ഫ്രണ്ടിന് ആ തടിച്ച പയ്യൻ്റെ വെയിറ്റ് താങ്ങാനാവാത്തത് കൊണ്ട് തന്നെ അതിൽ അപകടം സംഭവിക്കുകയാണ്. അതിനുശേഷം കാദ്യ ഒറ്റക്കാണ് ആ റോപ്പ് പിടിക്കുന്നത്. അങ്ങനെ കാദ്യ ഒറ്റക്ക് അവരെ വലിക്കുന്നുണ്ട്. എന്നാൽ കാദ്യനെ കൊണ്ട് ആവുന്നില്ല. അങ്ങനെ ആ തടിച്ച പയ്യൻ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ താഴെയുള്ള റോപ്പ് മുറിച്ച് കളയുന്നു. അതായത് അവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ടിനെ താഴേക്ക് ഇട്ടിട്ട്. അവനൊരു അഹങ്കാരിയാണ്. അതായത് തടിച്ച പയ്യൻ ഒരു അഹങ്കാരിയാണ്. അവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടണമെന്നേ ഉള്ളൂ. ഇപ്പോൾ അവൻ മുകളിലോട്ടേക്ക് വരുന്നു. ഇപ്പോൾ തടിച്ച പയ്യൻ എല്ലാവരോടും കള്ളം പറയുകയാണ്. അതായത് അവനുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും അപകടമാണ്, അതാണ് ഞാൻ ആ റോപ്പ് അയച്ചു വിട്ടതെന്ന് പറയുന്നു. അതിനുശേഷം കാദ്യയുടെ ഫ്രണ്ടിന് അപകടം സംഭവിച്ചില്ലേ, അവിടെ ചെറിയ പരിക്കുണ്ടായിരുന്നു. അതായത് അവിടെ നിന്നും നല്ലോണം രക്തം വരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് എയ്ഡ് വെച്ച് മാറ്റുകയാണ്. ഈ സമയം ആ തടിച്ച പയ്യൻ ലിഫ്റ്റിന് മുകളിലോട്ടേക്ക് കയറി പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അവൻ മുകളിൽ കൂടി ഒരു ഹെലികോപ്റ്റർ പറക്കുന്നത് കണ്ടിരുന്നു. അതിനിപ്പോൾ കൈ കാട്ടുകയാണ്. എന്നാൽ ആ ഹെലികോപ്റ്റർ അവരെ കാണുന്നു പോലുമില്ല, അത് പോവുകയാണ് അവിടെ നിന്നും. ഇപ്പോൾ അവൻ കാദ്യയെ വിളിക്കുന്നു, വേഗം ഫ്ലെയർ എടുത്ത് വരാൻ. അതായത് ഫ്ലെയർ ഉണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ശ്രദ്ധ തിരിക്കാമെന്നും പറഞ്ഞ് കാദ്യ ഇപ്പോൾ അവളുടെ കാല് ബാൻഡേജ് ചെയ്ത് കൊടുക്കുന്നല്ലേ. അപ്പോൾ നേരം വൈയിരുന്നു. അപ്പോഴേക്കും ആ ഹെലികോപ്റ്റർ ദൂരെ എത്തിയിരുന്നു, അതിന് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ കാദ്യയോട് അവൻ ദേഷ്യപ്പെടുന്നു. നീ സമയം വൈകി വന്നതുകൊണ്ടാണ് ആ ഹെലികോപ്റ്റർ പോയത്, നിനക്ക് നേരത്തെ വന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടുമെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോഴാണ് ആ ലിഫ്റ്റിൻ്റെ വാതിൽ ക്ലോസ് ആയത്. ഇനി ആ ഡോറ് അകത്തുള്ളവർക്ക് മാത്രമേ തുറക്കാൻ കഴിയൂ. അതായത് ആ ലിഫ്റ്റിനുള്ളിലുള്ളവർക്ക് മാത്രമേ തുറക്കാൻ കഴിയൂ. അപ്പോൾ ആ തടിച്ച പയ്യൻ കാദ്യയോട് പറയുന്നു, നീ ഇവിടെ നിന്നും ലിഫ്റ്റിൻ്റെ അകത്തേക്ക് പോകൂ എന്ന്. അപ്പോൾ കാദ്യ നോക്കുമ്പോൾ അവൾക്ക് പേടിയാവുകയാണ്. അങ്ങനെ അവൻ കുറേ പറഞ്ഞ് കാദ്യയെ സമ്മതിപ്പിക്കുന്നു. അവൾക്ക് ചെറിയ പേടിയൊക്കെയുണ്ട്. ആ പയ്യനെ പേടിച്ചിട്ടാണ് അവൾ താഴേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ കാദ്യ താഴേക്ക് ഇറങ്ങുന്നു. എന്നാൽ കാദ്യയുടെ വെയിറ്റ് താങ്ങാനാവാതെ ലിഫ്റ്റിൻ്റെ ഒരു ഭാഗത്തെ സ്ക്രൂ അഴിഞ്ഞു പോവുകയാണ്. ലിഫ്റ്റ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാദ്യ ലിഫ്റ്റിൻ്റെ അകത്തേക്ക് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കയറുന്നുമുണ്ട്. അങ്ങനെ അവൾ കയറുന്നു. എന്നാൽ അവൾ ആ ഡോറ് തുറക്കുന്നില്ലായിരുന്നു. കാരണം അവൻ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അപകടമാണ്. അതുകൊണ്ട് കാവ്യ ആ ഡോറ് തുറക്കുന്നില്ല. അപ്പോൾ ആ പയ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവൻ ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ലിഫ്റ്റിൻ്റെ സ്ക്രൂ ഒക്കെ അഴിഞ്ഞിട്ട് ആ ലിഫ്റ്റ് ഒന്ന് ചെരിയുന്നു. അങ്ങനെ അതിനിടയിൽ അവൻ താഴേക്ക് വീഴുകയാണ് ആ ലിഫ്റ്റിൻ്റെ മുകളിൽ നിന്നും. അങ്ങനെ അവനും ലിഫ്റ്റിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നു. ഇപ്പോൾ അവർ 2 പേര് മാത്രമേ ഉള്ളൂ. 4 പേരുള്ളവരിൽ 2 പേര് മരിച്ചിരിക്കുന്നു. ഇനി വെറും 2 പേര് മാത്രം. ഈ സമയം കരണിനെ കാണുന്നു. അവൻ കാദ്യയെ വിളിച്ചു നോക്കുകയാണ്. എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അവൻ അവളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ നോക്കുന്നു. എന്നാൽ അവൾ സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായി ആക്റ്റീവായിട്ട്. അതുകൊണ്ട് തന്നെ അവനൊരു സംശയം തോന്നുകയാണ്. അതായത് അവർക്കെന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവരുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്, അവരാദ്യം വന്ന സ്ഥലത്ത്. ഇപ്പോൾ ആ ലിസ്റ്റിലുള്ളവരെ കാണുന്നു. അതായത് കാദ്യയുടെ ഫ്രണ്ടിന്. അവൾക്ക് അപകടം സംഭവിച്ചത് കൊണ്ട് തന്നെ നടക്കാൻ കഴിയില്ല. ഇപ്പോൾ അവൾ എങ്ങനെയോ കാദ്യയുടെ അടുത്തേക്ക് എത്തിയിട്ട് അവളെ വിളിക്കുന്നുണ്ട്. അവിടെ നല്ല തണുപ്പാണ്, കാരണം മഞ്ഞുകാലമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഫോട്ടോയും മറ്റു സാധനങ്ങളൊക്കെ വെച്ച് അവിടെ തീ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനടുത്ത് പോയിരിക്കുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ ലിഫ്റ്റ് കുലുങ്ങാൻ തുടങ്ങി. അതായത് ലിഫ്റ്റിൻ്റെ എല്ലാ സ്ക്രൂവും ഇപ്പോൾ വിട്ടുപോയി. ആകെ ഒരു സ്ക്രൂവിലാണ് നിൽക്കുന്നത്. അങ്ങനെ ലിഫ്റ്റ് ചെരിഞ്ഞത് കൊണ്ട് തന്നെ കാദ്യയുടെ ഫ്രണ്ട് അതിൽ നിന്നും താഴേക്ക് വീഴുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കാദ്യ ഒരു റോപ്പിൽ പിടിച്ച് നിന്നിരുന്നു. അപ്പോൾ കാദ്യയുടെ ബോയ് ഫ്രണ്ട് കരണ് അവരെ അന്വേഷിച്ച് ഓഫീസിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ഉള്ളവരോടൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. അതായത് ഇങ്ങനെ പണം കൊടുത്തിട്ട് ലിഫ്റ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിന്, എല്ലാ സംഭവങ്ങളും പറയുകയാണ്.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നു. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ട് സിഗ്നൽ ലൈറ്റ് കത്തുന്നു, അതായത് എമർജൻസി ലൈറ്റ് കത്തുകയാണ്. ആ ലിഫ്റ്റിന് അപകടം പറ്റിയെന്ന സൂചനയാണത്. അപ്പോൾ കരൺ വിചാരിക്കുന്നു ആ ലിസ്റ്റിലുള്ള എല്ലാവരും മരിച്ചു എന്ന്. എന്നാൽ കാദ്യ ഒരു റോപ്പിൽ തൂങ്ങിയിരുന്നില്ലേ, അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൾക്ക് അധിക നേരം അതിൽ നിൽക്കാൻ കഴിയില്ല. എന്നാൽ എല്ലാവരും കരുതുന്നത് അതിലുള്ള എല്ലാവരും മരിച്ചെന്നാണ്. അപ്പോൾ കരണ് പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. അതായത് കാദ്യയെ അവൾ അവളുടെ കയ്യിലുള്ള ഫ്ലെയർ വെച്ച് സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. അതാണ് കരണ് കണ്ടത്. അങ്ങനെ എല്ലാവരും പോയി അവളെ ഇപ്പോൾ രക്ഷിക്കുന്നു. അവൾ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ അവളെ രക്ഷപ്പെട്ടതും കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.